നമ്മുടെ നാട്ടിലൊരു മജ്‌ലിസ് ഉണ്ടാകും, അവിടേക്ക് പോയിരിക്കാൻ പറ്റും. നഷ്ടപ്പെടുത്തരുത്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തിനാ ജീവിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി 3 എന്തിന് ജീവിക്കണം? എന്തിനാ ഇപ്പൊ ജീവിക്കുന്നത്? കച്ചവടവും കാര്യമോ അതൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ രോഗവും അസുഖവും അതൊക്കെ ഉണ്ട്. എന്നാ പിന്നെ മരിച്ചാൽ പോരെ? മരിക്കാൻ ഇപ്പൊ ആഗ്രഹമില്ല, കുറച്ചുകൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്തിനെന്നറിയോ? 3 കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു, ലൗലാ 3 ഖിസാലിൻ ലഅഹ്ബബ്തു അല്ലാ അബ്ഖാ മിന ഫിദ്ദുനിയാ. 3 കാര്യങ്ങളില്ലായിരുന്നെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. നമ്മളിപ്പോൾ രോഗം ഉണ്ടായാലും മരിക്കും, കട ഉണ്ടായാലും ഇല്ലെങ്കിലും മരിക്കും, അല്ലേ? നമുക്ക് ജോലി ഉണ്ട്, ജോലി ഇല്ല, എന്നാലും മരിക്കും. ആയുസ് തീർന്നാൽ ഇവിടുന്ന് പോകുമല്ലോ. അതുവരെ അതിന് മുമ്പ് പോകാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. നമ്മളൊക്കെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, നിൽക്കണം. അതിൻ്റെ നമ്മൾ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി കടന്നുറക്കണത്. ജീവിക്കട്ടെ, എപ്പോഴൊന്നും മരിക്കണ്ടെന്ന് ആഗ്രഹിച്ചിട്ട്, അല്ലേ? എന്താ നമ്മൾ ആഗ്രഹിക്കുന്നത്? അവസാനം എൻ്റെ കുട്ടീൻ്റെ കല്യാണം കഴിയണം, അന്ന് കാണണം, എൻ്റെ മോൻ്റെ പരപ്പണി നടക്കുന്നുണ്ട്, അതൊന്ന് തീരട്ടെ, എന്നിട്ട് മരിക്കാം. അത് വെറുതെ പറയാം. തീർന്നാൽ അപ്പോൾ തോന്നുന്നു മോൾക്കൊരു പരപ്പണി വേറെ തുടങ്ങാൻ നിൽക്കല്ലേ, ഞാൻ അത് കഴിയാതെ ഇപ്പം എങ്ങനെയാണ് മരിക്കാം? അപ്പോൾ പിന്നെ അതിന് നിൽക്കേണ്ടി വരും. അപ്പോൾ മോളെ കുട്ടീനെ കെട്ടിക്കാനാവും, അപ്പോൾ മകൻ്റെ മോൻ കെട്ടാനാവും. ഇങ്ങനെ ഓരോ ദുനിയാവിൽ പല കാരണങ്ങളും നമ്മൾ പലതും പറയാ എന്നല്ലാതെ തീരാൻ പോകുന്നില്ല. അപ്പൊ പിന്നെ ഒരു കാരണം വേണം എന്തിന് ഈ ലോകത്ത് ജീവിക്കണമെന്ന്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയും 3 കാരണം. ലൗലാ വുളൂഉ വജ്ഹി ലിസ്സുജൂദി ലിഖാലിഖി ഫി ഇഖ്തിലാഫിൽ ലൈലി വന്നഹാർ. രാവിലും പകലിലും എൻ്റെ സൃഷ്ടാവിന്റെ മുമ്പിൽ എൻ്റെ നെറ്റിത്തടം വെച്ച് സുജൂദ് ചെയ്യണം. അതൊരു വല്ലാത്ത രസമാണ്. രാത്രിയൊക്കെ സുബഹിന്റെ മുമ്പൊക്കെ എഴുന്നേൽക്കാൻ തൗഫീഖ് എടുത്തിട്ട് റാഹത്ത്, ആകെ ദുന്യാവ് ശാന്തമാണ്. വാട്സപ്പും ഫേസ്ബുക്കും ഒന്നും ആരൊന്നും ഇപ്പോൾ വിടുന്നില്ല, ഒക്കെ കിടന്നുറങ്ങുകയാണ്. ആ ഒരു നേരത്ത് മുസല്ലൊക്കെ വിരിച്ച് മാഷാ അല്ലാഹ് ഖിബിലക്ക് തിരിഞ്ഞ് അല്ലാഹു അക്ബർ, പടച്ചതമ്പുരാൻ്റെ മുമ്പിൽ ഒരു ശല്യമില്ല, ഒരു ഒച്ചപ്പാടില്ല, ഒരു ബഹളമില്ല. കുട്ടികൾ ഉറങ്ങുക, പെണ്ണുങ്ങൾ ഉറങ്ങുക, വീട്ടുകാരും നാട്ടുകാരൊക്കെ ഉറങ്ങാൻ. ആ ഒരു ശാന്തമായ നേരത്ത് ഇപ്പോൾ നല്ല ചെറിയ തണുപ്പുള്ള കാറ്റൊക്കെ ജനലൊക്കെ ഒന്ന് തുറന്നു വെച്ചൊരു മുസല്ല വിരിച്ച് നല്ല റാഹത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലേ? ആ ഒരു ആനന്ദം ഒരു പ്ലേറ്റ് ബിരിയാണി വെച്ചാൽ കിട്ടൂല. അത് നമ്മൾ എങ്ങനെ ഏത് പുതിയ പാട്ട് കേട്ടിട്ടോ സിനിമ കേട്ടിട്ടോ കണ്ടിട്ടോ അത് കിട്ടില്ല. അത് ഖൽബിനുള്ളിൽ കിട്ടുന്ന എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ്. ഈ ഒരു സുജൂദ് ചെയ്യുമ്പോൾ എൻ്റെ തല റബ്ബേ ഞാൻ മണ്ണിലേക്ക് വെക്കുകയാണ്. പടച്ചതമ്പുരാനെ, ഞാൻ ഉയർത്തിപ്പിടിക്കുന്ന എൻ്റെ ശിരസ് അല്ലാഹുവേ മണ്ണിനോളം സമമാണ്. എൻ്റെ ശരീരം നിനക്ക് സമർപ്പിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് എൻ്റെ നെറ്റി ഞാൻ സുജൂദിൽ വെക്കാൻ. ഇപ്പോൾ ഖബറിൽ ചെന്ന ഇബാദത്തില്ലല്ലോ, ദുനിയാവിലല്ലേ സുജൂദ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിനാ ജീവിക്കുന്നത്. സ്വഹാബി പറയാം, അബൂദർദാ റളിയല്ലാഹു അൻഹു, സുജൂദ് ചെയ്യണം, അതിന് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. കുറെ സുജൂദ് ചെയ്യണം അല്ലാഹുവിന്. നമുക്ക് അങ്ങനെ ലക്ഷ്യം വെച്ചൂടെ? എന്തിനാ ജീവിക്കണം ചോദിച്ചാൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ. ومما زادني عزا وشرفا وقدت بأخمصي أتأ الثريا دخولي تحت قولك يا عبادي وأن صيرت أحمد لي نبيا. അല്ലാഹുവേ, നിന്റെ അടിമയായി ജീവിക്കാൻ കഴിയുമ്പോൾ യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് വിളിക്കുമ്പോൾ നീ എൻ്റെ ഉടമസ്ഥനാണല്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള ഒരു ആനന്ദം റബ്ബേ വല്ലാത്തൊരു ആനന്ദമാണ്. ഞാൻ നിന്റെ അടിമയാണല്ലോ, നീ എൻ്റെ ഉടമസ്ഥനാണല്ലോ. അടിമക്ക് ഉടമസ്ഥനോടല്ലേ പറയാനുള്ളൂ, ഉടമസ്ഥനോടല്ലേ, ഉടമസ്ഥന്റെ മുമ്പിലല്ലേ പരാതിപ്പെടാൻ കഴിയൂ. ഉടമസ്ഥനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അവസരമുണ്ടാകുന്നത് ജീവിക്കുമ്പോഴല്ലേ. അതുകൊണ്ടാണ് ഞാൻ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. നട്ടുച്ച നേരത്തെ ദാഹം സഹിക്കാൻ, ചൂടുള്ള നാളുകളിൽ നോമ്പെടുക്കാനുള്ള സൗകര്യം ഈ ലോകത്തല്ലേ ഉണ്ടാകൂ. മരിച്ചു കഴിഞ്ഞാൽ നോമ്പില്ലല്ലോ, ഇബാദത്തില്ലല്ലോ. നല്ല ചൂടുണ്ടാകുമ്പോ തൊണ്ട വരണ്ട് നിൽക്കുമ്പോ, തൊണ്ട വരണ്ട് ദാഹിച്ച് ദാഹിച്ച് ഒരിറ്റു വെള്ളം കിട്ടിയെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന നട്ടുച്ച നേരത്തെ അതിശക്തമായ ദാഹം അല്ലാഹുവേ നിനക്ക് വേണ്ടി സഹിക്കാൻ. ചൂടുകാലത്ത് നോമ്പെടുക്കാൻ. പെണ്ണുങ്ങളൊക്കെ എന്താ കാത്തിക്കാൻ തരാം, കള്ളാഹ് കൂട്ടാനുള്ള നോമ്പൊക്കെ വേഗം തണുപ്പ് കാലത്തടി വേഗം നോറ്റഞ്ഞു കുറച്ച് ഞാൻ തണുപ്പിപ്പോൾ പോകും. ചെറിയ കുറച്ച് പകൽ സമയം വളരെ ഷോർട്ടാണ്, രാത്രി കൂടുതലാണ്. റമദാനൊക്കെ എത്ര കൂടുതലാണ്. അപ്പോൾ കള്ളാഹ് കൂട്ടന്നെ നല്ലതെന്നൊക്കെ മൊത്തത്തിൽ തന്നെ കള്ളാഹ് കൂട്ടാൻ പറ്റുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടാവും ചിലപ്പോൾ.
ആ കിട്ടുന്ന സമയം പെട്ടെന്ന് ഈ ഒരു തണുപ്പിന്റെ സമയത്ത് അങ്ങ് ചെയ്തു തീർക്കുക. അതൊന്നും കുഴപ്പമില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞ എന്താണെന്നറിയോ, ആ ചൂടുള്ള കാലം, ആ മാർച്ച് ഏപ്രിൽ മെയ്യിൻ്റെ മഴയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ളൊരു ചൂടില്ലേ, നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഈ നേരത്ത് വിയർത്ത് കുളിച്ചിട്ട്? ആ ഒരു നേരത്ത് പകല് ദൈർഘ്യം കൂടുതലായിരിക്കും, രാത്രി കുറവും, നല്ല ചൂടും വിയർപ്പും. അന്നൊരു നോമ്പെടുത്തിട്ട് തൊണ്ട വരണ്ട് നിൽക്കുന്ന ഒരു സമയം, അള്ളാഹുവിന് വേണ്ടി ഏറ്റവും ചൂടുള്ള കാലത്ത് ഒരു നോമ്പെടുക്കാൻ ആഗ്രഹമുണ്ട് റബ്ബേ, ഞാൻ അതിനായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അബൂദർദാ തങ്ങൾ ഇതുപോലൊരു വാക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വേറെയും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ ഇതേ ആശയം പറഞ്ഞ മഹാന്മാരാണ്. പിന്നെ പറഞ്ഞു മുഖാഅദതു അഖ്വാമിൻ യൻതഖൂനൽ കലാം കമാ തുൻതഖൽ ഫാകിഹ. പിന്നെ മനോഹരമായ വാക്കുകൾ പറയുന്ന ചില സദസ്സുകളിൽ പോയിരിക്കാൻ, വഅദ് കേൾക്കാൻ, ഇൽമു പഠിക്കാൻ, ദർസിൽ പോയിരിക്കാൻ, ദീനിനെ സംബന്ധിച്ച് പഠിക്കാൻ, ആളുകളുടെ മനോഹരമായ ദീനിനെ കുറിച്ചുള്ള പഠനങ്ങൾ കേൾക്കാൻ, അതിനെന്നെ ദുന്യാവിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിന് തന്നെയാണ്, വേറെ ഒന്നിനല്ല. കുട്ടികളുടെ പരപ്പണി തീരാനല്ല. എന്തിന്? ഇൽമു കേൾക്കാൻ. മരിച്ചു പോയാൽ പിന്നെ വേലക്കാൻ പറ്റൂലല്ലോ. അപ്പോ അല്ലാഹുവേ, ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനിവിടെ ജീവിക്കണം? ഒന്ന് റബ്ബിന് സുജൂദ് ചെയ്യാൻ, മറ്റൊന്ന് നട്ടുച്ച നേരത്തെ ഏറ്റവും നല്ല ചൂടുള്ള കാലം, ആ കാലത്ത് അല്ലാഹുക്ക് നോമ്പെടുക്കാൻ, പിന്നെ നല്ല ഇൽമിന്റെ മജ്ലിസ്, വെറും മജ്ലിസ് അല്ല, യൻതഖൂന അൽ കലാമ, വർത്തമാനം ചികഞ്ഞ് വളരെ കൃത്യമായും സ്ഫുടം ചെയ്തെടുത്ത വർത്തമാനങ്ങൾ കേൾക്കുന്ന പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സുകളിൽ പോയിരിക്കാൻ. കമാ തുൻതഖൽ ഫാകിഹ, നമ്മൾ പഴങ്ങൾ എടുക്കുമ്പോൾ തെരഞ്ഞെടുക്കുന്ന പോലെ. ഇപ്പൊ മുന്തിരി എടുക്കുകയാണെങ്കിൽ കുറെ കേടൊന്നൊക്കെ നമ്മൾ ഒഴിവാക്കും അല്ലേ? മുന്തിരി ജ്യൂസ് ആകുമ്പോൾ ഇതൊക്കെ വിലക്ക് ഇട്ടിട്ട് നമുക്ക് ജ്യൂസ് അടിച്ച് തരും ചെയ്യും. നമ്മൾ ഓറഞ്ചൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുത്ത് വളരെ റാഹത്തായിട്ട് 1 കിലോ തൂക്കിനടി കാണാൻ കച്ചവടക്കാരൻ്റെ ആകും, ഒന്നെടുത്തിട്ട് വേഗം 2 മാറ്റി വെക്കുക, അതിലെ പഴയത് വിട്ടിട്ടുണ്ടാവും. നമ്മൾ കാണുന്നില്ല. വീട്ടിൽ പടച്ചവരെ ഞാൻ അതൊക്കെ തെരഞ്ഞെടുത്തപ്പോൾ കണ്ടില്ലല്ലോ. ഇവരതിലും വലിയ ഉളവന്മാരാണ്. സുബ്ഹാനല്ലാഹ്, എങ്ങനെ അതിലൊക്കെ വർക്കത്തുണ്ടാവുമെന്ന് അല്ലാഹു ആട്ടെ. അപ്പോ പഴവർഗ്ഗങ്ങൾ നമ്മൾ തെരഞ്ഞെടുക്കുന്ന പോലെ വാക്കുകൾ തെരഞ്ഞെടുക്കുന്ന സദസ്സുകൾ. സുബ്ഹാനല്ലാഹ്, അവിടെയുള്ള വർത്തമാനം, അവിടെ സംസാരിക്കുന്നവരെ തെരഞ്ഞെടുത്ത വാക്കുകളാണ് പറയുന്നത്. അങ്ങനത്തെ സദസ്സുകളൊക്കെ പോയിരിക്കാൻ, അതിനാണ് ഞാൻ മരിക്കണ്ട എന്ന് കൊതിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഇവിടം വിട്ട് പോവലല്ലേ നല്ലത് എന്ന് പറഞ്ഞ അബൂദർദാ റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ സ്വഹാബിയാണ്. അബൂദർദാ തങ്ങളെ കണ്ടപ്പോഴാണ് മഹാന്മാരായ താബിഈങ്ങൾ പറഞ്ഞത്, അബൂദർദാ, നിങ്ങളുടെ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, നിങ്ങളുടെ കണ്ണുകൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ട കണ്ണുകളല്ലേ എന്ന് ഈ സ്വഹാബിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകൊണ്ട് കാണാൻ, ആ കണ്ണിന്റെ ഒരു ഭാഗ്യമേ എന്ന് പറഞ്ഞ അബൂദർദാ റളിയല്ലാഹു അൻഹു അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊക്കെ അന്ന് സഹിച്ച പോലെ ത്യാഗം നിങ്ങൾക്ക് സഹിക്കാനാകുമായിരുന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അബൂദർദാ റളിയല്ലാഹു. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.